+1 ബോട്ടണിയിലെ ചാപ്റ്റർ 8 ആയിട്ടുള്ള മിനറൽ ന്യൂട്രീഷൻ എന്ന ലെസണിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ റിവിഷൻ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. If you cut through the root nodules of a pea plant, you will notice that the central portion is red or pink. A. What makes the nodule pink? B. Mention the role of this pink pigment. ഒരു പയർ ചെടിയുടെ മൂലാർബുദം മുറിച്ചു നോക്കിയാൽ ചുവന്നതോ പിങ്കോ ആയി കേന്ദ്രഭാഗം കാണാൻ കഴിയും. ഈ പിങ്ക് നിറത്തിനുള്ള കാരണം എന്താണ്? ഈ പിങ്ക് വർണ്ണവസ്തുവിൻ്റെ ധർമ്മം എന്താണ്? ആൻസർ: എ. ലെഗ് ഹീമോഗ്ലോബിൻ ഓർ ലെഗ്യൂം ഹീമോഗ്ലോബിൻ. ബി. ഓക്സിജൻ സ്കാവഞ്ചർ, protect the nitrogenase enzyme from oxygen and makes the anaerobic condition in the root nodules. Question number 2. The deficiency symptoms of macro elements like calcium tend to appear first in the young tissues. Why? കാൽഷ്യത്തെ പോലെയുള്ള മൂലകങ്ങളുടെ അപര്യാപ്തത രോഗലക്ഷണം ആദ്യം കണ്ടു തുടങ്ങുന്നത് പ്രായം കുറഞ്ഞ കലകളിലാണ്. കാരണമെന്ത്? Calcium is the part of structural component of cell wall and calcium is immobile element. കാൽഷ്യം ഘടനാപരമായിട്ടുള്ള പാർട്ടുകളുടെ ഭാഗമായതുകൊണ്ട് അത് ഇമ്മൊബൈൽ ആണ്. അതായത് ഓൾഡ് ഏജ് ആകുമ്പോൾ ഈ കാൽഷ്യം മിനറൽസ് മറ്റ് യങ്ങർ പാർട്സിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. Ammonia is first oxidized to nitrite and nitrate is further oxidized to nitrate. Name the process. Give any one example of a bacterium which is involved in this process. അമോണിയ ഓക്സീകരണം നടന്ന് ആദ്യം നൈട്രൈറ്റും പിന്നീട് നൈട്രേറ്റുമായി മാറുന്നു. ഈ മാറ്റങ്ങളെ എന്തു വിളിക്കും? ഇത്തരം മാറ്റങ്ങൾക്ക് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെ പേരെഴുതുക. ആൻസർ: നൈട്രിഫിക്കേഷൻ. നൈട്രോസോമോണസ്, നൈട്രോസോകോക്കസ്, നൈട്രോബാക്ടർ are some of the bacteria which are helping in this process. Question number 4. Nitrogen in the atmosphere exists as N2, molecular nitrogen, but it cannot be absorbed by plants as such. So it is converted into ammonia, NH3, by microorganisms and get fixed in the soil. Question A. Name the enzyme in the microorganisms which help to convert nitrogen into ammonia. B. What is the role of leg hemoglobin in this process? അന്തരീക്ഷത്തിൽ നൈട്രജൻ മോളിക്കുലാർ രൂപത്തിൽ കാണപ്പെടുന്നു. എന്നാൽ സസ്യങ്ങൾക്ക് ഈ നൈട്രജനെ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാൽ നൈട്രജനെ അമോണിയയാക്കി സൂക്ഷ്മജീവികൾ മാറ്റുന്നു. നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ സൂക്ഷ്മജീവികളെ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഈ പ്രക്രിയയിൽ ലെഗ് ഹീമോഗ്ലോബിൻ്റെ പങ്കെന്ത്? ആൻസർ: നൈട്രോജിനേസ് എൻസൈം. ബി. ഓക്സിജൻ സ്കാവഞ്ചർ. ലെഗ് ഹീമോഗ്ലോബിൻ ഈസ് ആക്ടിംഗ് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ ആൻഡ് പ്രൊവൈഡിംഗ് an anaerobic condition for the action of nitrogenase enzyme. It prevents the oxidation of nitrogenase enzyme. Question number 5. Chlorophyll contains a metallic element. Name the metallic element. Mention any one deficiency symptom of that element. ക്ലോറോഫില്ലിൽ ഒരു ലോഹം അടങ്ങിയിട്ടുണ്ട്. ഏതാണ് ആ ലോഹം? അതിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തത രോഗത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണം എഴുതുക. ആൻസർ: മഗ്നീഷ്യം. ഇൻ ആബ്സെൻസ് ഓഫ് മഗ്നീഷ്യം, ക്ലോറോസിസ് or yellowing of leaves or necrosis occurs. Question number 6. Botany teacher brought a diseased plant in the classroom. Manoj identified the pathogen as a virus. Can you list any 2 symptoms of diseases that helped him to identify the pathogen?
ബോട്ടണി അധ്യാപകൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന രോഗബാധിത സസ്യത്തിലെ രോഗകാരി വൈറസ് ആണെന്ന് മനോജ് തിരിച്ചറിഞ്ഞു. രോഗകാരിയെ തിരിച്ചറിയാൻ അവനെ സഹായിച്ച ഏതെങ്കിലും 2 രോഗലക്ഷണങ്ങൾ എഴുതുക. ആൻസർ: മൊസൈക്ക് ഫോർമേഷൻ is a very easy symptom of a viral disease. Leaf rolling, curling, yellowing, vein clearing, dwarfing, stunted growth ഇതെല്ലാം വൈറൽ ഡിസീസുകളുടെ ലക്ഷണങ്ങളാണ്. Question number 7. Unlike water, all minerals cannot be passively absorbed by roots. Write any 2 reasons to justify the above statement. വേരുകളിലൂടെ ഊർജ്ജരഹിതമായ ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് പോലെ ധാതുക്കൾ ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഈ പ്രസ്താവന സാധൂകരിക്കുന്ന 2 കാരണങ്ങൾ രേഖപ്പെടുത്തുക. ആൻസർ: മിനറൽസ് ആർ പ്രസൻറ്റ് ഇൻ ദി സോയിൽ ആസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. They are called ions or polar molecules. This cannot move across the cell membrane. Concentration of mineral is lower than that in the root, so that to absorb the minerals into the root cells, they need to use energy. Proteins in the membrane are responsible for facilitated diffusion and active transport, and hence both show common characteristics. List any 2 such characteristics. Facilitated diffusionum ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് കാരണം സ്ഥര മാംസ്യ തന്മാത്രകളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 തരം ഡിഫ്യൂഷനും ചില സമാന സ്വഭാവങ്ങളുണ്ട്. അത്തരം 2 സമാന സ്വഭാവങ്ങൾ എഴുതുക. കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർ: ബോത്ത് ആർ ഹൈലി സെലക്റ്റീവ്. ദി പ്രോസസ്സസ് ആർ ലയബിൾ ടു സാച്ചുറേറ്റ്. ദേ റെസ്പോണ്ട് ടു ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ദേ ആർ അണ്ടർ ഹോർമോണൽ റെഗുലേഷൻ. Question number 9. In a plant, deficiency of nitrogen is visible in older parts and that of calcium is visible in younger parts. Critically evaluate the statement. നൈട്രജൻ്റെ അപര്യാപ്തത സസ്യത്തിൻ്റെ പ്രായാധിക്യമുള്ള ഭാഗങ്ങളെയും കാൽസ്യത്തിൻ്റെ കുറവ് പ്രായം കുറഞ്ഞ ഭാഗങ്ങളെയും ബാധിക്കുന്നതായി കണ്ടുവരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. ആൻസർ: Nitrogen is a mobile element which moves from older parts to younger parts. Calcium is an immobile element which cannot move. നൈട്രജൻ ഒരു മൊബൈൽ എലിമെൻ്റ് ആയതുകൊണ്ട് ഇലകൾ അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഭാഗങ്ങൾ പ്രായം ചെല്ലുന്തോറും നൈട്രജനെ യങ്ങർ പാർട്സിലേക്ക് മാറ്റാനുള്ള ശേഷിയുണ്ട്. എന്നാൽ കാൽഷ്യം ഒരു ഇമ്മൊബൈൽ എലിമെൻ്റാണ്. കാൽഷ്യം അടങ്ങിയ കാൽഷ്യം പെക്റ്റേറ്റ് പോലെയുള്ള വസ്തുക്കൾ സെല്ലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഘടനയുടെ പാർട്ടായതുകൊണ്ടാണ് കാൽഷ്യം ഒരു ഇമ്മൊബൈൽ എലിമെൻ്റ് ആയത്. അപ്പോൾ അതുകൊണ്ടാണ് കാൽഷ്യത്തിൻ്റെ കുറവ് പ്രായം കുറഞ്ഞ ഭാഗങ്ങളെ ബാധിക്കുന്നതായി കണ്ടുവരുന്നത്. Question number 10. The biochemical assay of some plants indicates the presence of gold, vanadium, silicon, etc. But these elements are not considered as essential element. Comment. ചില സസ്യങ്ങളുടെ ജൈവരാസ പരിശോധനയിൽ സ്വർണം, വനേഡിയം, സിലിക്കൺ എന്നിവയുടെ സാന്നിധ്യം കാണപ്പെടുന്നു. പക്ഷേ ഈ മൂലകങ്ങളെ അവശ്യ മൂലകങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ആൻസർ: ദി ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് ആൻ എലിമെൻറ്റ് ആർ: ദി എലിമെൻറ്റ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ supporting normal growth and reproduction. The requirement of the element must be specific. The element must be directly involved in the metabolism. ഈ ക്രൈറ്റീരിയകൾ ഗോൾഡ്, വനേഡിയം, സിലിക്കൺ മുതലായ മൂലകങ്ങൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് അവയെ എസെൻഷ്യൽ എലിമെൻ്റ് ആയി കരുതുന്നില്ല. Question number 11. The nitrogenase enzyme and leg hemoglobin are 2 important compounds related to nitrogen fixation in plants.
Mention the function of each. നൈട്രോജനൈസ് എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനും ചെടികളിലെ നൈട്രജൻ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന യൗഗികങ്ങളാണ്. ഓരോന്നിൻ്റെയും ധർമ്മം രേഖപ്പെടുത്തുക. ആൻസർ: നൈട്രോജനൈസ് എൻസൈം ഇറ്റ് കാറ്റലൈസസ് fixation of atmospheric nitrogen into nitrates. Leg hemoglobin is it to protect nitrogenase enzyme from oxidation. It acts as oxygen scavenger and it provides anaerobic condition to nitrogenase enzyme so that nitrogenase enzyme is protected from the oxidation. Question number 12. Observe the diagram and answer the following. ചിത്രം നിരീക്ഷിച്ച് ഉത്തരമെഴുതുക. A. This is a peculiar type of plant cultivation. Name it. സസ്യങ്ങളെ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയാണിത്. ഇതിൻ്റെ പേരെന്ത്? B. Aeration is necessary for the conduct of this type of cultivation. Why? ഈ രീതിയിൽ സസ്യങ്ങളെ വളർത്താൻ എയറേഷൻ ആവശ്യമാണ്. എന്തുകൊണ്ട്? ആൻസർ ടു എ ക്വസ്റ്റ്യൻ: ഹൈഡ്രോപോണിക്സ് or soil-less culture or water culture. B. To obtain optimum growth, aeration is needed for the root system as the root system is immersed in nutrient medium where oxygen is a must for the root cells to do the respiratory process. So that aeration is necessary. Question number 13. Observe the relationship between the first two terms and fill up the blanks. A. Symbiotic nitrogen. The pairing word is nitrogenase dash glutamate dehydrogenase. B. Magnesium chlorosis dash necrosis. ആദ്യത്തെ രണ്ട് പദങ്ങളുടെ ബന്ധം പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പദത്തിന് അനുയോജ്യമായ പദം കണ്ടെത്തി പൂരിപ്പിക്കുക. ആൻസർ: എ. റിഡക്റ്റീവ് അമിനേഷൻ. ബി. കാൽഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 14. International Students Forum ISF decided to raise potato and tomato through special techniques which help to raise plants in the complete absence of soil. Name the technique. മണ്ണിൻ്റെ അംശം ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ ഉരുളക്കിഴങ്ങ്, തക്കാളി എന്നിവയെ വളർത്തിയെടുക്കുവാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ഫോറം തീരുമാനിച്ചു. ഈ സാങ്കേതിക വിദ്യയുടെ പേരെഴുതുക. ആൻസർ: ഹൈഡ്രോപോണിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. വിട്ടുപോയത് പൂരിപ്പിക്കുക. സിങ്ക് കാർബോക്സിലേസ് ഡാഷ് നൈട്രോജനേസ്. ആൻസർ: മോളിബ്ഡിനം. Question number 16. Even though iron is absent in chlorophyll, its deficiency causes yellowing of leaves in plants. ഇരുമ്പ് ഹരിതകത്തിൽ അടങ്ങിയിട്ടില്ലെങ്കിലും അതിൻ്റെ കുറവ് ചെടികളിലെ ഇലകൾ മഞ്ഞളിക്കുന്നതിന് കാരണമാകുന്നു. എ. Give reason. B. Whether iron is a macro element or micro element. കാരണം എന്തെന്ന് എഴുതുക. ഇരുമ്പ് ഒരു ബഹുമൂലകമാണോ അതോ സൂക്ഷ്മമൂലകമാണോ? ആൻസർ: അയൺ ഈസ് എസെൻഷ്യൽ ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ക്ലോറോഫിൽ സിന്തസിസ്. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ: ഇറ്റ്സ് എ മാക്രോ എലിമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 17. മാച്ച് ദി ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. എ. നൈട്രിഫിക്കേഷൻ റൈസോബിയം. B. Denitrification Nitrosomonas. C. Nitrogen fixing bacteria Pseudomonas. And D. Symbiotic bacteria Nostoc. Answer: A. Nitrogen fixation is done by Nitrosomonas. Denitrification, the bacteria related to it is Pseudomonas. Nitrogen fixing cyanobacteria is Nostoc. And D. Symbiotic bacteria is Rhizobium. Number 18. The root system of pea plant is provided with a number of knob-like structures. പയറുചെടിയുടെ വേരുവ്യൂഹത്തിൽ ധാരാളം മുഴ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു. എ. What is the use of these structures? ഈ ഭാഗങ്ങളുടെ ഉപയോഗമെന്ത്? ബി.
Evaluate the role played by these structures for above purpose. മേൽപ്പറഞ്ഞ ലക്ഷ്യത്തിനു വേണ്ടി ഈ ഭാഗങ്ങൾ നിർവഹിക്കുന്ന പങ്ക് വിശദീകരിക്കുക. ആൻസർ ടു എ ക്വസ്റ്റ്യൻ. The use of these structures is നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന റൂട്ട് നോഡ്യൂൾസ് ആണ് ഈ മുഴകൾ. ഇറ്റ് ആക്ട്സ് ആസ് ദി സൈറ്റ് ഫോർ symbiotic nitrogen fixation with the presence of rhizobium bacteria. It contains nitrogenase enzyme and leg hemoglobin pigment. Question number 19. Root nodules of legume plants contain a pinkish pigment. പയറുവർഗത്തിൽപ്പെട്ട ചെടികളിലെ വേരുമുഴകളിൽ പിങ്ക് നിറത്തിലുള്ള ഒരു വർണ്ണം കാണപ്പെടുന്നു. എ. നെയിം ദിസ് പിങ്കിഷ് പിഗ്മെൻറ്റ്. പിങ്ക് നിറത്തിലുള്ള ഈ വർണ്ണത്തിൻ്റെ പേര് എഴുതുക. ബി. റൈറ്റ് ദി റോൾ പ്ലേഡ് ബൈ ദിസ് പിഗ്മെൻറ്റ്. ഈ വർണ്ണം വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കുക. ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദി leg hemoglobin. It is the name of pinkish pigment. And it is an active and effective oxygen scavenger and protects the enzyme nitrogenase from fatal effects of oxygen. If oxygen is there, nitrogenase enzyme is getting oxidized. Question number 20. Match the following. Mg required for enzyme activity. S found in middle lamella. Ca found in amino acids. Mn structural atom of chloroplast. Answer. Mg is the structural atom of chloroplast. S is found in some amino acids. Ca is found in middle lamella and Mn required for enzyme activity. Question number 21. Rajesh brought a bag of fertilizer which is labeled as 17, 18, 9. രാജേഷ് ഒരു ചാക്ക് വളം വാങ്ങി. അതിൽ 17, 18, 9 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എ. വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു. ബി. റൈറ്റ് ദി നെയിം ഓഫ് ദിസ് ഫെർട്ടിലൈസർ. ഈ വളത്തിൻ്റെ പേരെഴുതുക. ആൻസർ. 17, 18, 9 refers to the percentage weight of nitrogen, phosphorus and potassium present in the fertilizer. This type of fertilizer is called NPK fertilizer. കൂട്ടുവളം എന്ന് പറയുന്നത് ഇതാണ്. Question number 22. In the given flow chart of nitrogen cycle, write the name of organisms involved in the numbered places. ചുവടെ തന്നിരിക്കുന്ന നൈട്രജൻ ചംക്രമണ ചിത്രത്തിൽ അക്കങ്ങൾ നൽകിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ജീവികളുടെ പേരെഴുതുക. ആൻസർ. നമ്പർ 1 indicates the rhizobium bacteria which is living as a symbiotic bacteria in association with the root nodules. Number 2 is Nitrosomonas or Nitrococcus. These bacteria are helping to convert ammonia into nitrate. This is called nitrification process. Initially, ammonia is converted to nitrites by the bacteria Nitrosomonas and Nitrococcus. And the number 3 is Nitrobacter. The nitrate is later converted to nitrate by the bacterium Nitrobacter. Number 4, denitrification. The chemical process in which nitrates in the soil are reduced to molecular nitrogen which is released into the atmosphere. This is called denitrification, and this process is carried out by the bacterium Pseudomonas and Thiobacillus. Question number 23. Ammonia is used to synthesize amino acids in plants by 2 ways. Name the 2 ways of synthesis of amino acids. സസ്യങ്ങൾ അമോണിയയിൽ നിന്നും അമിനോ അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്
രണ്ട് വഴികളിലൂടെയാണ്. അമിനോ അമ്ലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ രണ്ട് വഴികളുടെയും പേരെഴുതുക. ആൻസർ: ദി ടു വേസ് ആർ reductive amination and transamination. In reductive amination, ammonia reacts with alpha ketoglutaric acid and forms glutamic acid. But in transamination, amino acid synthesis, by which a new amino acid is formed by the transfer of amino group from one amino acid to the keto group of a keto acid. Question number 24. Observe the elements given below. ചുവടെ നൽകിയിരിക്കുന്ന മൂലകങ്ങൾ നിരീക്ഷിക്കുക. കോപ്പർ, ഫോസ്ഫറസ്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ്, ക്ലോറിൻ. ചൂസ് മൈക്രോ എലിമെൻറ്റ്സ് ഫ്രം ദ എബവ്. ഇവയിൽ നിന്നും സൂക്ഷ്മ മൂലകങ്ങൾ തിരഞ്ഞെടുക്കുക. ഇൻ ദിസ് ലിസ്റ്റ് ഓഫ് എലിമെൻറ്റ്സ് ഓർ ന്യൂട്രിയൻസ്, കോപ്പർ, ബോറോൺ, manganese and chlorine are the micronutrients. Question number 25. The element is said to be deficient when present below the critical concentration. What is critical concentration? State any two kinds of deficiency symptoms shown by plants. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുമ്പോഴാണ് ഒരു മൂലകം അപര്യാപ്തമാണെന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്നാൽ എന്ത്? സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഏതെങ്കിലും രണ്ട് അപര്യാപ്തത ലക്ഷണങ്ങൾ എഴുതുക. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി എസെൻഷ്യൽ എലിമെൻറ്റ് ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ഈസ് റിട്ടാർഡഡ്. ദി എലിമെൻറ്റ് ഈസ് സെഡ് ടു ബി ഡെഫിഷ്യൻറ്റ് വെൻ പ്രസൻറ്റ് ബിലോ ദി ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ എലിമെൻറ്റ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ താഴെ പോയാൽ ദി പ്ലാന്റ് ഗ്രോത്ത് ഈസ് റിട്ടാർഡഡ്. പ്ലാന്റ് വളർച്ച മുരടിക്കുന്നു. അപ്പോൾ ആ എലിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാന്റിൽ ഡെഫിഷ്യൻസി കാണിക്കുന്നു. ഈ എമൗണ്ടാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനിൽ താഴെ പോയി കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നു. ഡെഫിഷ്യൻസി സിംറ്റംസിന് ഉദാഹരണങ്ങളാണ് ക്ലോറോസിസ്, ദറ്റ് ഈസ് ലോസ് ഓഫ് ക്ലോറോഫിൽ ലീഡിങ് ടു യെല്ലോയിങ് ഓഫ് ലീവ്സ്. ആൻഡ് അനദർ എക്സാമ്പിൾ നെക്രോസിസ്, ദറ്റ് ഈസ് ലോക്കലൈസ്ഡ് ഡെത്ത് ഓഫ് ലീഫ് ടിഷ്യൂ. ആൻഡ് അനദർ എക്സാമ്പിൾ ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. Then one more example, delayed flowering or late flowering. These are all different types of deficiency symptoms. Question number 26. The root nodules of leguminous plants contain two necessary biochemical compounds for nitrogen fixation. Identify these compounds. പയർ ചെടികളുടെ മൂലാർബുദങ്ങളിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന് ആവശ്യമായ രണ്ട് രാസവസ്തുക്കൾ കാണപ്പെടുന്നു. അവയെ തിരിച്ചറിയുക. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് ആൻഡ് ദി ടു കമ്പോണൻസ് or two chemicals present in the root nodules of leguminous plants are leg hemoglobin and nitrogenase enzyme. Question number 27. What is the difference between nitrification and denitrification in nitrogen cycle? നൈട്രജൻ ചക്രത്തിലെ നൈട്രിഫിക്കേഷനും ഡീനൈട്രിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ആൻസർ: Nitrification is the conversion of ammonia into nitrate, but in denitrification, the chemical process in which nitrates in the soil are reduced to molecular nitrogen, which is released to the atmosphere. Both these processes are facilitated by the nitrifying and denitrifying bacteria. Question number 28. Plants are adversely affected by manganese toxicity. Mention the effects of manganese toxicity in plants. മാംഗനീസ് ടോക്സിസിറ്റി സസ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്.
മാംഗനീസ് ടോക്സിസിറ്റി എങ്ങനെയെല്ലാമാണ് സസ്യങ്ങളെ ബാധിക്കുന്നത്? ടോക്സിസിറ്റി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ്. സംടൈംസ് the excessive quantity of an element may inhibit the uptake of another element. The symptoms shown for excess of an element could actually be the deficiency of some other element. പല അവസരങ്ങളിലും അധികമുള്ള മൂലകങ്ങൾ മറ്റുള്ളവയുടെ ആഗിരണത്തെ തടസ്സപ്പെടുത്താം. എക്സാമ്പിൾ, മാംഗനീസ് competes with iron and magnesium for uptake. Manganese competes with magnesium for binding with enzymes. ഉദാഹരണത്തിന്, ആഗിരണത്തിൻ്റെ കാര്യത്തിൽ മാംഗനീസിന് ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയുമായും രാസാഗ്നികളുടെ ബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മഗ്നീഷ്യവുമായും മത്സരിക്കേണ്ടി വരുന്നു. മാംഗനീസ് ഓൾസോ ഇൻഹിബിറ്റ്സ് കാൽഷ്യം ട്രാൻസ്ലോക്കേഷൻ ഇൻടു ഷൂട്ടപ്പെക്സ്. കൂടാതെ മാംഗനീസ് കാണ്ഡാഗ്രത്തിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ സംവഹനത്തെയും തടസ്സപ്പെടുത്തുന്നു. Thus, the symptoms of manganese toxicity, that are brown spots surrounded by chlorotic veins, may actually be the deficiency symptoms of iron, manganese and calcium. അതിനാൽ മാംഗനീസിൻ്റെ ആധിക്യം ഇരുമ്പ്, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകാം. മാംഗനീസ് വിഷലിപ്തതയുടെ പ്രധാന ലക്ഷണം തവിട്ടു നിറത്തിലുള്ള പുള്ളികൾക്ക് ചുറ്റിനും കാണുന്ന ഹരിത ശോഷണം നടന്ന സിരകളാണ്, ക്ലോറോട്ടിക് വെയിൻസ്. അതിനാൽ മാംഗനീസിൻ്റെ വിഷലിപ്തതയുടെ ടോക്സിസിറ്റിയുടെ ലക്ഷണങ്ങളെ കാണുന്നത് യഥാർത്ഥത്തിൽ ഇരുമ്പിൻ്റെയോ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ അപര്യാപ്തത ലക്ഷണങ്ങൾ ആയിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29. Explain how root nodules are formed in leguminous plants. പയർച്ചെടികളിൽ മൂലാർബുദങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുക. ആൻസർ: റൂട്ട് നോഡ്യൂൾ ഫോർമേഷൻ ഇൻ pea plants or leguminous plants. Nodules are small outgrowths on the roots. Nodules are formed in leguminous plants with the help of rhizobium bacteria. Rhizobia multiply and colonize the surroundings of roots. റൈസോബിയം വേരിൻ്റെ സമീപത്തായി എത്തുകയും വിഭജനത്തിലൂടെ കോളനികളാവുകയും ചെയ്യുന്നു. These rhizobia get attached to epidermal and root hair cells. ഇവ ഉപരിവൃതി കോശങ്ങളിലോ മൂലലോമ കോശങ്ങളിലോ പറ്റിപ്പിടിക്കുന്നു. Root hairs curl. Bacteria invade root hair. മൂലലോമങ്ങൾ വളയുന്നതിലൂടെ കേളിംഗ് ഓഫ് റൂട്ട് ഹെയർസ്, ബാക്ടീരിയ മൂലലോമത്തിലേക്ക് പ്രവേശിക്കുന്നു. An infection thread is produced carrying the bacteria into the cortex of root. Nodule formation in the cortex of the root occurs. ഇവിടെ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഉണ്ടാവുകയും ഇതിലൂടെ ബാക്ടീരിയ വേരിൻ്റെ കോർട്ടെക്സിലേക്ക് പ്രവേശിക്കുകയും കോർട്ടെക്സിൽ മുഴകളുടെ രൂപീകരണം ആരംഭിക്കുകയും ചെയ്യുന്നു. The bacteria released from thread into the cells, which leads to the differentiation of specialized nitrogen fixing cells. ഇതിനുശേഷം ഇൻഫെക്ഷൻ ത്രെഡിൽ നിന്ന് ബാക്ടീരിയകൾ കോശത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുകയും ഇതുവഴി പ്രത്യേക നൈട്രജൻ സ്ഥിരീകരണ കോശങ്ങളായി നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ആയി ഇവ വൈവിധ്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. നോഡ്യൂൾ establishes direct vascular connection with the host for exchange of nutrients. ഇങ്ങനെയുണ്ടാകുന്ന മുഴകൾ ഹോസ്റ്റ് വാസ്കുലർ ബണ്ടിൽസുമായി പോഷകങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഈ ചിത്രം നിരീക്ഷിക്കൂ. അതിൽ പടം കാണിക്കുന്നത് റൈസോബിയം ബാക്ടീരിയ സംവേദകത്വമുള്ള റൂട്ട് ഹെയർസുമായി സമ്പർക്കം സ്ഥാപിക്കുകയും അവയ്ക്ക് സമീപം വിഭജിക്കുകയും ചെയ്യുന്നു. വിജയകരമായ സംക്രമിക്കൽ റൂട്ട് ഹെയർസ് വളയുന്നതിന് കാരണമാകുന്നു. പടത്തിൽ ഈ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയ ആന്തരിക കോർട്ടക്സിലേക്ക് പ്രവേശിക്കുന്നു.
ബാക്ടീരിയ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയോയിഡുകളാവുകയും ആന്തരിക കോർട്ടിക്കൽ കോശങ്ങളുടെയും പെരിസൈക്കിൾ കോശങ്ങളുടെയും വിഭജനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കോർട്ടക്സിലെയും പെരിസൈക്കിളിലെയും കോശങ്ങളുടെ വിഭജന ഫലമായി മുഴകൾ രൂപം കൊള്ളുന്നു. പൂർണ്ണവളർച്ചയെത്തിയ മുഴകളാണ് ഡി ചിത്രത്തിൽ കാണാവുന്നത്. ആ മുഴകൾ വേരിലെ വാസ്കുലർ ബണ്ടിൽസുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പൂർണ്ണ വളർച്ചയെത്തുന്നു. താങ്ക് യു വെരി മച്ച്. നന്നായി പഠിക്കുക, നന്നായി വളരുക. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.